പശ്ചിമ ബംഗാളിലെ ഭക്ഷണ സംസ്കാരം ചൊല്ലിയുള്ള രാഷ്ട്രീയ തർക്കത്തിലാണ് ബി.ജെ.പിയും മമതാ ബാനർജിയും. ബി.ജെ.പി അധികാരത്തിൽ വന്നാൽ സസ്യാഹാരം മാത്രമായിരിക്കും ബംഗാളിൽ ഉണ്ടാവുക എന്ന പ്രചരണമാണ് മമത നടത്തുന്നത്. മാംസാഹാരം, മീൻ, മാംസം, മുട്ട എന്നിവയെല്ലാം നിരോധിക്കുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതിന് ബദലായി ബി.ജെ.പി നേതാക്കൾ പല പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. സസ്യേതരാഹാരം പ്രസാദം സമർപ്പിക്കുന്നതിൽ പേരുകേട്ട്, അതായത് മീൻ പ്രധാനപ്പെട്ട പ്രസാദമായ താന്തനിയ കാളിബാരി ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദർശനം നടത്തി. വടക്കൻ കൊൽക്കത്തയിൽ റോഡ് ഷോ ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് പ്രധാനമന്ത്രി ഈ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥന നടത്തിയത്. ഇത് ബി.ജെ.പിയുടെ വളരെ പ്രധാനപ്പെട്ട പ്രചരണത്തിൻ്റെ മുനയൊടിക്കാനുള്ള ഒരു കാര്യമായി മാറി. അതായത് ഉത്സവവേളകളിൽ മത്സ്യമാംസ വിൽപ്പനയ്ക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ചില സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന്. അത് കാട്ടിയാണ് മമതാ ബാനർജി ഇത്തരം ചില പ്രചരണങ്ങൾ നടത്തുകയും മറ്റും ചെയ്ത്. ഇതിനെതിരെ ബി.ജെ.പിയുടെ നേതാക്കൾ പരസ്യമായി മാച്ച് ഭാട്ട്, അതായത് മീൻ ചോറ് കഴിച്ച് ഇതിനെ പ്രതിരോധിക്കാനും മറ്റും ശ്രമിച്ചിരുന്നു. ഇത് കൂടാതെ താൻ ബി.ജെ.പിയിലാണെങ്കിലും മാംസാഹാരം കഴിക്കുന്ന വ്യക്തിയാണ് നാഗാലാൻഡ് മന്ത്രി തെംജേൻ ഇംന അലോങ് തൻ്റെ പ്രചരണ യോഗങ്ങളിൽ ഉടനീളം പറയുന്നുണ്ട്. ഇത്തരത്തിലാണ് ഈ ക്ഷേത്രത്തിൽ മോദി എത്തി പൂജ നടത്തുകയും ആരതി ഒഴിഞ്ഞ് പ്രാർത്ഥിക്കുകയും മറ്റും ചെയ്തത്.